നമസ്കാരം. കാനഡയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. സ്വാഗതം ഡെയിലി റൗണ്ടപ്പിലേക്ക്. കാനഡയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നവർക്കായി ഓൺലൈൻ പോർട്ടലിൽ പ്രധാന മാറ്റം വരുത്തി IRCC. ഭാഷാ വൈദഗ്ധ്യം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ ഇനി മുതൽ പ്രൂഫ് ഓഫ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എന്ന പേരിൽ പ്രത്യേകം അപ്ലോഡ് സെക്ഷൻ ലഭ്യമാക്കി. പുതിയ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷമുള്ള അപേക്ഷകളിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാനും കൂടുതൽ വ്യക്തത വരുത്താനുമാണ് IRCCയുടെ ഈ പുതിയ നീക്കം. തദ്ദേശീയമായി തൊഴിലാളി ക്ഷാമം നേരിടുന്ന റൂറൽ പ്രദേശങ്ങളിൽ തൊഴിലുടമകൾക്ക് ആശ്വാസവുമായി ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ. കുറഞ്ഞ വേതനമുള്ള താൽക്കാലിക വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ച താൽക്കാലിക ഇളവുകൾ പ്രവിശ്യയിലും നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു. 2026 ജൂൺ 11 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നയം വഴി വിദേശ ഉദ്യോഗാർത്ഥികൾക്കും കാനഡയിലെ ഗ്രാമീണ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ തുറക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, അപ്വർക്ക് തുടങ്ങിയ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ജോബ് സൈറ്റുകൾ വഴി ചൈന വൻതോതിൽ ചാരപ്രവർത്തനം നടത്തുന്നതായി കാനഡയും സഖ്യരാജ്യങ്ങളും. അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലവിലത്തെയോ മുൻകാലത്തെയോ സർക്കാർ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കമെന്ന് ആഗോള ഇന്റലിജൻസ് സഖ്യമായ 5 Eyes സംയുക്ത മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. കാനഡയിൽ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കും വളർച്ചാ മന്ദതയ്ക്കും കാരണം ഇമിഗ്രേഷൻ ലക്ഷ്യങ്ങൾ വെട്ടിക്കുറച്ചതാണെന്ന് പരസ്യമായി സമ്മതിച്ച് പ്രധാനമന്ത്രി മാർക്ക് കാർണി. തുടർച്ചയായ 2 പാദങ്ങളിലും രാജ്യം സാമ്പത്തിക സങ്കോചം നേരിട്ട പശ്ചാത്തലത്തിൽ രാജ്യം സാങ്കേതികമായി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചർച്ചകൾക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ നിർണായക പ്രതിസന്ധി സമ്മതിക്കൽ. കാനഡയിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ സിറ്റിസൺഷിപ്പ് മാർക്കർ നിർബന്ധമാക്കുന്ന ആദ്യ പ്രവിശ്യയായി ആൽബർട്ട. പുതിയ ലൈസൻസുകളിൽ പേപ്പർ കാർഡുകൾക്ക് പകരം പേഴ്സണൽ ഹെൽത്ത് നമ്പറും കനേഡിയൻ പൗരത്വമുള്ളവർക്ക് CAN എന്ന മാർക്കറും ഉണ്ടായിരിക്കും. പഴയ ഡിനോസർ ഫോസിൽ ഐക്കണിന് പകരം ഓയിൽ പമ്പ് ജാക്ക് ചിത്രവും ആൽബർട്ട സ്ട്രോങ് ആൻഡ് ഫ്രീ എന്ന വാചകവും കാർഡിന് പിന്നിൽ ചേർക്കും. ഇതിനായി അധിക ഫീസുകൾ ഈടാക്കില്ല. ജൂലൈ 2 ശേഷം അപേക്ഷിക്കുന്നവർക്ക് പൗരത്വ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. കാനഡയിലെ മലയാളി ശബ്ദം